വർഗീയ ചുവയുള്ള ഫ്ലക്സ് ബോർഡുമായി ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ വീണ്ടും വിവാദത്തിൽ. ഗുരുവായൂരിലെ മുൻ MLA-മാരുടെ പേരുകൾ പറഞ്ഞാണ് പുതിയ ബോർഡ്. ചാവക്കാട് മേഖലയിലാണ് ബോർഡ് സ്ഥാപിച്ചത്. ഫ്ലക്സ് ബോർഡിനെ ന്യായീകരിച്ച് ബി ഗോപാലകൃഷ്ണൻ എഴുതി വെച്ചിരിക്കുന്നത് യാഥാർത്ഥ്യമാണെന്നും മണ്ഡലത്തിലെ ചിലരുടെ കുത്തകകൾ തകർക്കുമെന്നും ബി ഗോപാലകൃഷ്ണൻ. പ്രതികരണം 24 ഗ്രൗണ്ട് സീറോയിലാണ്. മുസ്ലിം സമുദായത്തിലെ ആളുകൾ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ട്. ഇതിലൂടെ സ്പർദ്ധ ഈ മണ്ഡലത്തിലെ 50 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം, ആ ചരിത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ സ്പർദ്ധയൊന്നുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം പറയുമ്പോൾ ചില ആളുകൾക്ക് തോന്നും പിന്നെ കേസൊന്നും കാട്ടി എന്നെ പേടിപ്പിക്കണ്ട. ശ്രീകുമാർ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിലേക്ക് വരുമ്പോഴും ഹൈക്കോടതി കനത്ത ചില പരാമർശങ്ങൾ ബി ഗോപാലകൃഷ്ണൻ നടത്തിയതാണ്. ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചതാണ്. അപ്പോൾ അതൊന്നും ഗോപാലകൃഷ്ണൻ പ്രശ്നമല്ല, കേസും കോടതിയൊന്നും ഞങ്ങൾക്കൊരു വലിയ കഥയല്ല എന്ന് വ്യക്തമാക്കുകയാണോ ഫ്ലെക്സിലൂടെയും വാക്കുകളിലൂടെയും ബി ഗോപാലകൃഷ്ണൻ? ആദ്യം പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ഒരു ഒതുക്കത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. ആ ഒരു മാറ്റം എന്തായാലും ആ ഒരു കേസ് കൊണ്ട് ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ഒരു കേസ് നിലനിൽക്കുന്ന സമയത്ത് വർഗീയത ഇങ്ങനെയും പറയാമെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അത് പക്ഷേ നേരിട്ട് പറയുന്നില്ല. ഒരു MLA-മാരുടെ പേരുകൾ PKK ഭാവം തുടങ്ങിയുള്ള ഗുരുവായൂരിലെ 50 വർഷത്തെ ചരിത്രത്തിലെ MLA-മാരുടെ മുഴുവൻ പേരുകളും എഴുതി വെച്ചിരിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അതിനുശേഷം തൊട്ടപ്പുറത്ത് ഗോപാലകൃഷ്ണൻ്റെ ഒരു പൂർണ്ണകായ ചിത്രം, അതിനുശേഷം തൊട്ടപ്പുറത്ത് ഇനിയും സഹിക്കണോ അല്ലെങ്കിൽ ഇനിയും ഈ അവഗണന സഹിക്കണോ എന്ന തരത്തിൽ ഒരു വാചകങ്ങളും എഴുതി വെച്ചാണ് ഗോപാലകൃഷ്ണൻ ഈ ഒരു പ്രചാരണം നടത്തുന്നത്. അല്പസമയം മുൻപ് നമ്മുടെ ഗ്രൗണ്ട് സീറോയിൽ തനേഷ് തമ്പിയുമായി ആണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിന് ഒട്ടും മനസ്താപമില്ല, അല്ലെങ്കിൽ വീണ്ടും ആ പരാമർശത്തിൽ ഉറച്ച് തന്നെ നിൽക്കുകയാണ്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയിൽ നിന്നടക്കം കനത്ത തിരിച്ചടി അല്ലെങ്കിൽ പരാമർശമൊക്കെ ബി ഗോപാലകൃഷ്ണൻ നേരിടേണ്ടി വന്നു. പക്ഷേ അതിലൊന്നും താൻ കുലുങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ചെറിയ കുലുക്കമുണ്ട് ഹാഷ്മി, നേരിട്ട് പറയുന്നില്ല. പക്ഷേ ഒന്ന് ഒളിച്ചു വെച്ച് വീണ്ടും പരസ്യമായി തന്നെ എന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ഒരു ബോർഡ് തന്നെ, വർഗീയത എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ബോർഡ് തന്നെയാണ് ഗോപാലകൃഷ്ണൻ സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിലും ഒരു പരാതി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഗോപാലകൃഷ്ണൻ അക്കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ട്. എവിടെയും ജാതി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മതം പറഞ്ഞിട്ടില്ല, വർഗീയത പറഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ ഗോപാലകൃഷ്ണൻ വാദിച്ച് നിൽക്കാവുന്ന തരത്തിലുള്ള ഒരു ലൂപ്പ് ഹോൾ ഇട്ടാണ് ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ബി ഗോപാലകൃഷ്ണൻ അവിടെ പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വോട്ട് കൊണ്ടുവരുമെന്നാണ് ബി ഗോപാലകൃഷ്ണൻ്റെ പ്രതീക്ഷ. അതുകൊണ്ടാണ് തുടക്കം മുതൽ അത് തന്നെ പറയുന്നത്. കോടതി ഇടപെടലുണ്ടായിട്ടും പരോക്ഷമായും അല്ലാതെയും ഒക്കെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വോട്ട് കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലാണ്. ബി ഗോപാലകൃഷ്ണൻ്റെ ആ പ്രതീക്ഷ ഗുരുവായൂരുകാർ സാധ്യമാക്കി കൊടുക്കുമോ എന്ന് നമുക്ക് വോട്ടുണ്ടുമ്പോൾ അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.